മീഡിയ വണ്ണില് ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പം അത് കാണുന്നില്ല, അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്താ മക്കളെ ഇവിടെ ക്ലാസ് ഒന്നുമില്ലേ, വീട് എവിടെയാ? ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങാൻ ഇറങ്ങിയ വിദ്യാർത്ഥികളെ തേടി കൊച്ചി മറൈൻ ഡ്രൈവിൽ പോലീസ് ഇറങ്ങിയപ്പോൾ. ഇതായിരുന്നു വീഡിയോ. വോയിസ് അത്ര ക്ലിയർ അല്ല. എന്താണെന്നുണ്ടെങ്കിലും ലേഡി കോൺസ്റ്റബിൾസ് ഉണ്ട്, പിന്നെ സാധാ പോലീസുകാരുണ്ട്. അപ്പോൾ ഇവരിറങ്ങിയിട്ട് മറൈൻ ഡ്രൈവിൽ ഇരിക്കുന്ന എല്ലാ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും പോയിട്ട് വീടും സ്ഥലവും ക്ലാസ്സും കോളേജും ഒക്കെ ചോദിച്ച് നടക്കുകയാണ്. അതിൻ്റെ ഒരു വിഷ്വല് എന്തായാലും കാണാം. നിലമ്പൂരാണ് വീട്, ജോലിയാണ്. ഇവിടെ അടുത്ത പഠിക്കാനില്ല. പഠിക്കണില്ല. എവിടെ പഠിക്കുന്നു? ഞങ്ങള് ഇവിടെ അവിടെ തന്നെ പഠിക്കുന്നത്. ഓക്കെ, എന്താണെങ്കിലും മീഡിയ വണ്ണില് ഇപ്പൊ ഈ വീഡിയോ നോട്ട് അവൈലബിൾ ആണ്. ഓക്കെ, അവര് പ്രൈവറ്റ് ആക്കി ഡിലീറ്റ് ഒക്കെ എന്തോ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് പോലീസ് ഇങ്ങനെ ഒരു എക്സസൈസ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി സംശയം തോന്നിയത്. ഓക്കെ, ഇതിൻ്റെ ഒരു കമൻറ്റ് ബോക്സ് ആ ടൈമിൽ ഞാൻ കമൻറ്റ് ബോക്സ് എടുത്തു വെച്ചില്ല. ഞാൻ ലേറ്റർ ഓൺ കുറച്ച് വേണ്ടി കോണ്ടന്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴായിരുന്നു. പിന്നെ നോക്കുമ്പോൾ വീഡിയോ കാണുന്നില്ല. അതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് കിട്ടിയില്ല. കമൻറ്റ് ബോക്സിനകത്ത് പോലീസുകാർക്ക് എന്തിനിങ്ങനെ പരിപാടി, പോലീസുകാരിങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഫ്രീഡം ഇല്ല, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതിൽ ഒരു കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് പോലീസുകാർ ഇങ്ങനെ ഇറങ്ങി തിരിച്ച് ഇതേപോലെ മറൈൻ ഡ്രൈവിൽ വന്ന് ഇങ്ങനെ ആളുകൾ ഇരിക്കുന്നവരോട് വീടെവിടെ അല്ലെങ്കിൽ വേറെ ബോട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ ഒരു എക്സസൈസിൻ്റെ ഭാഗമായിട്ട് എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് അവർ ഈ മറൈൻ ഡ്രൈവ് ഭാഗത്ത് എന്താണെങ്കിലും വന്നിട്ടുണ്ടാവുക. പിന്നെ മറൈൻ ഡ്രൈവ് ചുറ്റിപ്പറ്റിയിട്ട് കുറച്ചധികം കാലമായിട്ട്, ഓക്കെ, ഇനിയിപ്പോൾ ഇന്ന തന്ത വൈബ് എന്ന് പറഞ്ഞു എന്നാലും എനിക്ക് വിഷയമല്ല, മറൈൻ ഡ്രൈവ് ചുറ്റിപ്പറ്റിയിട്ട് പല രീതിയിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അവിടെ നിന്നുള്ള ആളുകൾ എത്രയോ കാലങ്ങളായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, മറൈൻ ഡ്രൈവ് റിലേറ്റഡ് ആയിട്ട് പ്രത്യേകിച്ച് നൈറ്റ് ടൈമിലൊക്കെ നമ്മൾ തന്നെ കൊച്ചി പോകുന്ന സമയത്ത് മറൈൻ ഡ്രൈവിൽ നൈറ്റ് ടൈമൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ തന്നെ കാണാറുണ്ട്. പലരും പല മൂഡിൽ പല രീതിയിലാണ്. പക്ഷെ അപ്പോൾ പോലീസിനെ കണ്ടിട്ടില്ല. അപ്പോൾ പോലീസുകാർ ചെയ്യുന്ന പരിപാടി പറഞ്ഞാൽ ഒരു സൈഡിൽ വണ്ടിയായിട്ട് സൈഡാക്കിയിട്ടിട്ട് അവരെ കണ്ണിന് മുന്നിൽ കൂടെയൊക്കെ പോകുന്നവരെങ്ങനെ നോക്കി നിൽക്കുന്നില്ല. ഒരാളെ വിളിച്ചിട്ട് എന്താ ഏതാന്ന് വരെ രാത്രി സമയത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യനിങ്ങും എക്സസൈസും കാണാറില്ല. പക്ഷെ ഇപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഒന്നിലേക്ക് ഇവർക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ്റെ മുകളിൽ, ഓക്കെ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു കേസോ കാര്യങ്ങളോ കൊടുത്തു കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡെയിലി റുട്ടീൻ, ഇന്നിപ്പോൾ മറൈൻ ഡ്രൈവിലേക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് ഇറങ്ങിയതായിരിക്കാം. മനസ്സിലായോ? ഇനി പോലീസുകാർ ഇങ്ങനെ ചോദിക്കാൻ അവർക്ക് എന്താ അധികാരം, അർഹത എന്നൊക്കെ ചോദിക്കുന്നവരോട്
പോലീസുകാരോട് ഇത് നമ്മൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായ അതിൻ്റെ നിയമവും കാര്യങ്ങളൊക്കെ വെച്ച് അവർ പറഞ്ഞുതരും. അവർ പറയും ഇതൊരു പബ്ലിക് പ്ലേസ് ആണ്, ഇവിടെ ഇതിൻ്റെ മുമ്പ് ഇങ്ങനെ ആക്ടിവിറ്റീസ് നടന്നു എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് ജസ്റ്റ് വന്ന് നിങ്ങളെ വേറെ ബോർഡ്സ് ചോദിക്കുന്നു, കഴിഞ്ഞു. ഇനി ഇതേ പോലീസുകാർ ഇങ്ങനെ ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു വിഷയം മറൈൻ ഡ്രൈവിൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ കമൻ്റ് ഇടാൻ പോകുന്നതും നമ്മൾ ചോദിക്കുന്നതും എന്താ, പോലീസ് എവിടെയായിരുന്നു, പോലീസ് ഉറക്കത്തിലാണ്, പോലീസ് ഉറങ്ങിയോ? മറൈൻ ഡ്രൈവിൽ ഈ ഒരു ആക്ടിവിറ്റി പോലീസ്, എനിക്കറിയില്ല ഇവർ എന്തുകൊണ്ട് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല. പിന്നെ പോലീസുകാർ ഇത് അറിയിക്കാനും കൂടിയാ തോന്നുന്നു. എന്താണ് ഈ മീഡിയ വണ്ണിനെ അവിടെ മീഡിയ വണ്ണ് അറിഞ്ഞതോ ഇനിയിപ്പോൾ അവരെ വിളിച്ച് വരുത്തിയതോ എന്താണെന്നുണ്ടെങ്കിലും പെർമിഷൻ കൊടുത്തിട്ടുണ്ട് പോലീസുകാർ പറയുകയാണ് ഷൂട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യില്ല. ഇനിയിപ്പോൾ അങ്ങനെ പെർമിഷൻ പോലീസിൻ്റെ ഇല്ലാതെ മീഡിയ വണ്ണ് എടുത്തിട്ട് എയർ ചെയ്തത് കൊണ്ട് അവർ ഡിലീറ്റ് ചെയ്ത് കളയിച്ചതാണോ എന്നറിയില്ല. അതോ ഇനി പോലീസുകാർക്ക് മുകളിൽ നിന്നെങ്ങാണ്ട് ഉത്തരവ് വന്നോ എന്നറിയില്ല. നിങ്ങൾ എന്തിനാണ് അവിടെ ഇരിക്കുന്ന ആളുകളോട് പോയിട്ട് നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചത്, ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് വ്യക്തമല്ല. ബട്ട് ഈ ഒരു ആക്ടിവിറ്റി മറൈൻ ഡ്രൈവിൽ പോലീസുകാർ ഇത് ചെയ്യേണ്ടത് രാത്രികളിലാണ്. രാത്രി സമയത്താണ് ഏറ്റവും കൂടുതൽ അവിടെ എന്ത് നടക്കുന്നത്, ഇങ്ങനെ ഡൂബീസ് ആക്ടിവിറ്റീസ് നടക്കുന്നത്. രാവിലെകളിലും നടക്കാറുണ്ട്. അത് ഏത് ഏരിയ ആണ് എവിടെയാണ് എന്നുള്ളതൊക്കെ അവിടുത്തെ സ്ഥിരമായുള്ള ലോക്കൽസിനോടും പാർക്കിങ്ങിൻ്റെ ആളുകളോടും അവരോടൊക്കെ ചോദിച്ചാൽ മതി. അവർക്ക് കൃത്യമായിട്ട് അറിയാം അവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നടക്കണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഡിലീറ്റ് ആയി കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിപ്പോയി. ഇത് എന്തിനാണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്? കാരണം എന്തോ ഒരു സീൻ ഉണ്ടായിട്ടാണ് അവർ ഡിലീറ്റ് ചെയ്തത്. അതിൽ മുഖമൊക്കെ ബ്ലേർഡാണ്. അതിലുള്ളവരുടെയൊക്കെ മുഖം അവർ ബ്ലേർഡാക്കി കളഞ്ഞിട്ടുണ്ട് മീഡിയ വൺ. ഒന്നില്ലെങ്കിൽ പോലീസ് പെർമിഷൻ ഇല്ലാതെ അവർ ഷൂട്ട് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ പോലീസിൻ്റെ ഈ ആക്ടിവിറ്റി പുറത്ത് വിട്ടപ്പോൾ കമൻറ്റ് ബോക്സ് ചെയ്യാൻ നോക്കുമ്പോൾ ഭയങ്കര നെഗറ്റീവ് ഉണ്ട്. ഒരു ഓൾമോസ്റ്റ് കുറേ ആൾക്കാരൊക്കെ നെഗറ്റീവ് തന്നെ പറയുന്നത്. പോലീസുകാർക്ക് ഇതാണോ പണി, പോലീസുകാർ എന്തിനങ്ങനെ ചോദിക്കുന്നു, ഫ്രീഡം ഇല്ലേ ആളുകൾക്ക് പോയിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് കുറേ കമൻറ്റ് ബോക്സിൽ ഞാൻ കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നത്. മേ ബി ഒരു നെഗറ്റീവ് സാധനം അടിച്ചു വരുന്നു എന്ന് കണ്ടപ്പോൾ അങ്ങനെ പോലീസുകാർ അങ്ങനെ നെഗറ്റീവ് സാധനം അടിച്ചു വരുന്നുണ്ടെന്ന് അവർക്ക് വിഷയമൊന്നുമല്ല. ഓക്കെ, ഇപ്പോൾ ഇത് മീഡിയ കൊണ്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് സാധനം വരുന്നതുകൊണ്ട് ഒരു ഡിലീറ്റ് ആക്കിയാണെന്ന് അറിയില്ല. എന്നാലും സാധനം മുക്കിയിട്ടുണ്ട് വീഡിയോ. ഇനി നിങ്ങൾ നിങ്ങളുടെ തോട്ട് ആൻഡ് കമൻസൊക്കെ നിങ്ങൾ കമൻസ് ആയിട്ടിട്ട് തോട്ട്സൊക്കെ ഓക്കെ, നിങ്ങൾ എന്തുകൊണ്ട് ഇവർ ഈ പോലീസ് ചെയ്ത ആക്ടിവിറ്റി ശരിയാണോ അല്ലേ, പോലീസ് ഇങ്ങനത്തെ എക്സസൈസ് ചെയ്യണോ പബ്ലിക് പ്ലേസിൽ, വേണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ മറൈൻ ഡ്രൈവ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വരാതെ നമ്മൾ കേൾക്കാതെയും അല്ലെങ്കിൽ നമ്മൾ അറിയാത്തയും കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു മറൈൻ ഡ്രൈവ് റിലേറ്റഡ് ആയിട്ട് അറിയുന്ന ആളുകൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുന്ന ഉറപ്പാണ്. അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട് അവർ തന്നെ കമൻറ്റ് ഇട്ടോളൂ. റെസ്റ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തന്നെ കാണാം. മറൈൻ ഡ്രൈവിൽ സ്ഥിരമായി പോകുന്നവർക്കും അതിനെ ചുറ്റിപ്പറ്റി ജോലി ചെയ്യുന്നവർക്കൊക്കെ അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങൾ അവരിടും. ഓക്കെ, നമ്മൾ ചിലപ്പോൾ വൺസ് ഇൻ എ വൈൽ ഈ പറഞ്ഞ പോലെ ട്രാവൽ ചെയ്തൊരു കൊച്ചി പോകുമ്പോഴാവും മറൈൻ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ മറൈൻ ഡ്രൈവ് പോകണമെന്ന് പറഞ്ഞ് പോകുന്നത്. അല്ലാത്ത പക്ഷം എന്തുകൊണ്ട് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്നും അല്ലെങ്കിൽ ഈ ഒരു എക്സസൈസ് നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നില്ല എന്നാണെങ്കിൽ അതും ഓക്കെ ആണ്, പോലീസ് ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തു.